ഹലോ ചങ്ങായിമാരെ, ഒരു കാര്യം പറയട്ടെ. ഒരു കാര്യമൊന്നുമില്ല, ചെറിയൊരു കാര്യം. നമ്മുടെ റമദാനിന് മുമ്പ് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ നോമ്പെടുക്കുന്നൊരു ദിവസമാണ് ബറാത്ത്. ചിലപ്പോൾ എല്ലാവർക്കും അത് ഉണ്ടായിന്ന് വരില്ല, ഇല്ലാത്തവരുണ്ട്, ഉള്ളവരുണ്ട്. സ്വാഭാവികമായും ഉള്ള വീടുകളിൽ വൈകുന്നേരം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തിരക്കുള്ളൊരു ദിവസമാണ്, അന്നേ ദിവസം, അതായത് ഇന്ന്. പക്ഷേ ഇത് റിലീസാവുന്ന അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ നാളെ ആയിരിക്കും മേ ബി. അപ്പോൾ ഇന്നത്തെ കഥ പറയാം. ആ ഒരു തിരക്ക് എന്ന് പറയുമ്പോൾ വൈകുന്നേരം എന്തെങ്കിലും ചെറിയ എണ്ണക്കടി ഉണ്ടാക്കൽ, നോമ്പ് തുറക്കാനുള്ള സർവത്ത് റെഡിയാക്കൽ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കട്ട് ചെയ്യൽ, അങ്ങനെ ഒരുപാട് തിരക്കുകളുണ്ടാകും. അപ്പോൾ നമ്മുടെ വീട്ടിലും വലിയൊന്നുമല്ല, ചെറിയ തോതിലൊരു ചെറിയ തിരക്കിലാണ് വീട്ടിലെ വൈഫും അനിയൻ്റെ ഭാര്യയും ഉമ്മയൊക്കെ. പിന്നെ ഉമ്മാനെ ഞാൻ പ്രത്യേകിച്ച് കാണിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഉമ്മ എന്തോ ഇഷ്ടമല്ല ഉമ്മക്ക്. സോ പറഞ്ഞു വന്നത്, നമുക്കൊരു കൊച്ചു നോമ്പ് തുറക്കണ്ടിട്ട് മടങ്ങാം. ഓക്കെ, എന്തൊരിസു ഉണ്ടാക്കുന്നു? സർവത്ത ആണെന്തോ ഉമ്മാണ്ട് വരില് ഇതെന്നില്ല കേങ്ങമ്മ കേങ്ങും ബേക്ക മീൻസ് പഴംപൊരി. പപ്പിഷുവിന് വേണോ? പപ്പിഷു വേണോ? വേണ്ടേ? ബത്തൊക്കെ വേണോ? വേണോ? ഓ, ഇതെന്ത് പത്തര? ആ പാപ്പേ, ഒരു മിനിറ്റ്. തെക്കന്മാർ സ്റ്റൈലാണ്. ബത്തക്കൊക്കെ ഒരു കളർ കുറവുണ്ടല്ലോ. ഏത് ഈലക്ക? അതിനേക്കാൾ റെഡ് കളർ ഇട്ടാലും കുഴപ്പമില്ല. ആ വാങ്ങണ്ട, ഓളെ ഇത് തീർന്നിട്ടേ ഇല്ലേ. ആ പഠിച്ചായി. പച്ച എന്ത് തിന്നോണ്ടിരുന്നണ്ട, നിന്റെ കഴിഞ്ഞിട്ടാണ്. ഇവത്തൊരു നൂല് അല്ല, നൈസ് വത്തലല്ലേ ഉണ്ടാവില്ല ഇത്. വത്തല് ഇത് വെറൈറ്റി. ഡിങ്കന്റെ ഫോട്ടോ എടുത്തത് അത് മതിയല്ലാണ് ഇഷാന? ബമ്പം. എനിക്ക് ഇപ്പോഴാണ് ഒന്ന് താടി എടുക്കാൻ തോന്നിയ. സമയം 5:50. കുറേ ദിവസമായി താടി ഒന്ന് കട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്കൊന്ന് പോവാം. വെയിറ്റ് ചെയ്യാൻ നിന്നാൽ ഓരോരോ കാരണം പറഞ്ഞ് മുടങ്ങും. പിട്ടാസു എവിടെ? വാ. ഇസാനോ, നിന്റെ മുടി എടുക്കട്ടാ? എന്താ മുടി എടുക്കാം? വാ. ഇതിങ്ങനെ ഒരു മനുഷ്യനാട്ടാ, മുടിയെടുക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്. ഇതാ നമ്മുടെ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഞാൻ അടച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചു. ചില കടയൊക്കെ ഈ ഭാഗത്തൊക്കെ ചൊവ്വാഴ്ച അടച്ചിടാറുണ്ട് ഇപ്പോഴും. ഞായറാഴ്ച അല്ല, ചൊവ്വാഴ്ച തന്നെയാണ് ഇപ്പോഴും. ഇതാണ് എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ സ്ഥിരം മുടിയെടുക്കുന്ന സ്ഥലം. എനിക്ക് തോന്നുന്നില്ല ഈ നോമ്പ് തുറക്കുന്ന സമയത്തുകൊണ്ട് തന്നെ തിരക്കുമുണ്ട്, എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇൻഷാ അല്ലാ, ഇറങ്ങിക്കോടാ അല്ലേ. അതെടുക്കാനായിട്ടാ. പിന്നെ ഓയ് हीरो कैसा है? बिजी है? नहीं, फ्री है बस, अल्हम्दुलिल्लाह फ्री होने वाला है. ओके, कितना टाइम लगेगा? हो गया 30. अच्छा, रोज़ा खोलने का, इसलिए थोड़ा शेविंग करने का. हो गया. ओके.
പാപ്പം പണി തുടങ്ങി മക്കളെ. അപ്പോൾ उससे बाद में फोन उड़ाया यार अभी फोन करा था फोन उड़ाया ना अभी ने എന്താ പിന്നെ മര്യാദക്കിരുന്ന മോന്ത കൊണ്ടുപോയി കത്തിച്ച പോലെ ഉണ്ടല്ലേ. എനിക്ക് ഇടക്കിടക്ക് ഇത് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു ഒരു സുഖം കിട്ടൂല, അറിയോ? അപ്പോൾ ഗൈസ് താടി കഴിഞ്ഞ് ഇനി ഇളയമ്മയുടെ വീട്ടിലൊന്ന് പോകണം. ജസ്റ്റ് ഒന്ന് ഒരു മുരിങ്ങ, നമ്മുടെ വീട്ടിൽ മുരിങ്ങയൊക്കെ വിളയുവേ, മുരിങ്ങക്കായ അറിയോ? അപ്പോൾ അതൊന്ന് ഉമ്മ പാക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അവിടെ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അതും കൊടുത്ത് നേരെ വീട്ടിൽ പോയി നോമ്പ് തുറക്കാം. ഓക്കെ, ഇതാണ് ഇളയമ്മയുടെ കൊട്ടാരം. വരുമെന്തോ കൊണ്ടാ ഈ സോറി വേണ്ട, ഇന്നെ കൊടുക്കല്ല. തിരക്ക് നോമ്പറക്കാണ്ട് പോയിട്ട് വരുന്നേ. ഇതുവരക്ക് നീ ഉണ്ടാ ഇങ്ങെന്ത് പോന്നില്ല, ഇവിടെ തന്നെ അടിച്ചിട്ട് എല്ലാവരും. ഇതിലേ അതാ കാണുന്നു കുടിക്കുന്ന ഫിഷ്. എൻ്റെ രഫ പോയി വാ. വാ വാ പോവാ. പിന്നെ പേരാ വേണമെങ്കിൽ വേണ്ട അത് പോരല്ല തന്നെ നോമ്പ് തുറക്കണോ? വേണ്ട ഇളമ വേണ്ട വരുന്ന ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും. അപ്പോൾ ശരി ഗൈസ് പോവാണ്. അല്ല നോക്കിയത്. അപ്പം ഗൈസ് ഞാൻ ഈ കാർ ഓട്ടുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട അപകടകരമായ ഓട്ടമാണ്. നമ്മൾ റോഡിലേക്കൊന്നും കയറാതായിരിക്കുമ്പോഴേ ഈ ഇത് ചെയ്യും. പിന്നെ അതും കൊടുത്ത് ഇനി വീട്ടിൽ പോവാം. ഓക്കെ, ഇനി വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഒന്ന് കഴിച്ചും കുടിച്ചും ബാക്കി. താനി പോറായല്ലേ, വയസ്സായില്ലടാ അതിൻ്റെതാ. നോക്ക് ഇൻഷാല്ലാ പോട്ടെ. ആ എടുക്കുന്നില്ലേ? ഏടെ പോന്ന മൈമൂര് എടുക്കാം. ലൈവെല്ലാം നോക്കിക്കോളി. ഓക്കെ അപ്പം ഞാൻ പോവാ. ഓക്കെ ഇൻഷാല്ലാ ശരി. എന്തിനു മൈമൂര് എടുക്കുക? മൈമൂന് വേണ്ടേ? ആയിക്കോട്ടെ ഇൻഷാല്ലാ. നോമ്പ് തുറക്കാനായി ഞാൻ വരുന്നു ഇൻഷാല്ലാ. ഇതുമായിരിക്കും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും. ഓക്കെ ശരി. നമ്മുടെ അമ്മാവനാട്ടാ പാവം. വരുന്ന വയ്ക്കേണ്ടത് അവരെ വീട് അവരാ നിന്നതിൻ്റെ തൊട്ടപ്പുറത്തായിട്ടാ, ബാക്കിലായിട്ടാ പോകുന്നുണ്ട്. ബാക്കിൽ കൂടെ ഇവിടെ ഗ്ലാസ്സിൽ ചെളിയും മണ്ണും. ഭയങ്കര സ്നേഹമാണ് വ്യക്തി. എനിക്ക് പേഴ്സണലി ഒരു അമ്മാവനെന്ന നിലയിൽ ഈ ഓൾഡ് ആൾക്കാരോട് കമ്പനി ആവുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. പക്ഷേ ഈ മനുഷ്യനോട് എനിക്ക് ഭയങ്കര സൗഹൃദമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തമാശ കളിക്കുന്നത് ഇങ്ങേരോട് മാത്രമാണ്. ഇങ്ങേരോടല്ല എല്ലാവരും. ഉമ്മാൻ്റെ ആങ്ങളമാർ സത്യം പറഞ്ഞാൽ എല്ലാവരും ഭയങ്കര പൊളിയാണ്. എല്ലാവരും നമ്മുടെ ഒരു വൈബിന് കിട്ടുന്ന ആൾക്കാരാണ്. ആവശ്യത്തിന് സ്ട്രിക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതുമുണ്ട്. എൻ്റെ പൊന്നോ ഇരുട്ടല്ലോ. മെല്ലെ തേഞ്ഞ് ഗൈസ് ഭാഗമെടുത്ത് അവിടെ നിന്ന് കഴിഞ്ഞ് നിൽക്കുമ്പോൾ ലേറ്റായി. അല്ലോ ആ എടുത്തു സർവത്ത്. അത് ചെറിയ ആക്ക തന്നെ ആവില്ലേ? ഇതെന്നാ ഇത് എടുത്തു. എന്തല്ല ഇത് നിന്റെ കറിയാ?
എന്ത് തിന്നു ഇവിടെ ആവുന്നു. ഇതെന്ത് ചക്കര കഞ്ഞ? പഴംപരിക്ക് കറിയാ? നല്ല ബെസ്റ്റ് ടീം തന്നെയല്ലോ. അപ്പം അൽഹംദുലില്ലാ മുത്തുമണികളെ, നോമ്പ് തുറന്ന് നല്ല റാഹത്തായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു കഥ. അപ്പോൾ നമ്മുടെ ഈ കഥ ഇന്നത്തേക്ക് അവസാനിച്ചു. ഇൻഷാ അല്ലാ കൊച്ചു കൊച്ചു വിശേഷങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളുമായിട്ട് ഇനിയും ഈ ചാനലിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ വരും. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ് ചെയ്ത് വെക്കണേ. നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് വെക്കണേ. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. ബൈ.